കവിത അവസാനത്തെ 10 മിനിറ്റ്. രചന മധു മാവില. ശബ്ദം ശ്രീവത്സൻ മണലുവട്ടം. അകത്തെ മൂലയിൽ ആദ്യത്തെ 10 മിനിറ്റോളം അനാഥമായ ഇരുട്ട്. പയന്തുണിയിൽ പൊതിഞ്ഞെടുത്തൊരാൾ അടുക്കളപ്പുറത്തേക്ക് പോയി വരുന്നതുവരെ പുകപിടിച്ച് നിറം മങ്ങിയ ചുമരിലെ തുരുമ്പിച്ച ആണിയിൽ സിനിമാ നടിയുടെ ചിത്രവും തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. നിലം തൊടാത്ത കാലുകൾ ജനലിലൂടെ പുറത്തെ വെളിച്ചം കൊളുത്തി വലിക്കുന്നുണ്ട്. പുറന്തോടില്ലാത്ത കണ്ണുകൾ അകത്തു വീണുകിടക്കുന്നു. അകത്ത് കയറിയൊരാൾ ചിമ്മിനി വിളക്കിന്റെ ചുണ്ടിൽ നിലാവുറ്റിച്ചു. നിലം തൊടാത്ത കയറിൽ ആകാശം കയറിയവനെ ചുമലിൽ പൊതിച്ചെടുത്ത് നിലത്ത് കിടത്തിയൊരാൾ വെള്ള തുണിയിട്ട് മൂടി. ഒരു മുറി തേങ്ങയിൽ താലി കെട്ടിയ നെയ്ത്തിരി കട്ടിലിൽ കിടക്കുന്നവളെ ഒളിഞ്ഞു നോക്കുന്നു. ഇത്രയും കാലം തെക്ക് വടക്ക് നന്നാക്കിയവന്റെ നാവിനും കാലിലെ തഴമ്പ്. ഇരുകാലിലെ തള്ളവിരൽ കൂട്ടിക്കെട്ടിയവൻ മെല്ലെ പറയുന്നുണ്ടായിരുന്നു, ഇനിയെങ്കിലും 2 തോണിയിലാവരുതല്ലോ. ഇരുകൈ ചേർത്തുവച്ച് ചുണ്ടുവിരൽ കൂട്ടിക്കെട്ടുമ്പോൾ ഭാഗ്യരേഖ തെളിഞ്ഞു. ദീർഘായുസ്സിലും ഗന്ധകം നിറഞ്ഞ ജീവിതം. അവസാനത്തെ 10 മിനിറ്റ് വടക്കേ പുറത്ത് വാഴയിലയിൽ പിറന്ന പടി കുളിയാണ്. നല്ലെണ്ണ തേച്ചു മിനുക്കണം. അഴുകിയ കടങ്ങൾ കഴുകിക്കളയണം. ചൂടുവെള്ളത്തിൽ അലിയാത്ത സ്വപ്നങ്ങൾ പെറുക്കിയെടുക്കണം. വെളുപ്പിച്ചെടുക്കാൻ ആവുന്നത്ര പൗഡറിട്ടോളൂ. ഉള്ളതിൽ നല്ലതൊടുപ്പിച്ച് മുടി ചീകി ഒതുക്കി കണ്ണടയും ഇട്ടേക്കൂ. നാളെയും പത്രം വായിക്കേണ്ടതല്ലേ. അയലിലിട്ട കൈലിമുണ്ട് 4 ആൾ ചുറ്റിലും മറയാക്കി പിടിച്ചു. അവസാനത്തെ രംഗം കാണികൾക്കുള്ളതല്ലേ. അവസാനത്തെ രംഗം കാണികൾക്കുള്ളതല്ലേ.